ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയുടെയും ബീഫ് ബിരിയാണിയുടെയും ഒക്കെ അത്ര തന്നെ ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നമുക്ക് ഗീ റൈസ് ആക്കാൻ വേണ്ട നെയ്യും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ തൊട്ട് കാണിക്കുന്നതെല്ലാം. ഇത് കൂടാതെ ഇതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ വിനാഗിരി, വെള്ളം, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓരോന്നും എത്ര എടുത്തിട്ടുണ്ട് എത്രയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതിനായിട്ട് കുറച്ച് തൈര്, ഗരം മസാല, ഞാനിതിലുള്ള ചിക്കൻ ബിരിയാണി മസാലയാണ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്കിത് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അല്പം വിനാഗിരി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ സോയാബീനും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയത്തേക്ക് നമുക്ക് ഗീ റൈസ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 കപ്പ് ഞാനിവിടെ ചേർക്കുന്നത് വനസ്പതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നെയ്യ് തന്നെ ചേർക്കാം. ഞാൻ വനസ്പതിയിലാണ് ഗീ റൈസ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ആദ്യം ഒന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സവാള ഞാൻ ഡയറക്റ്റായിട്ട് ഗീ റൈസിലേക്ക് ചേർക്കുന്നില്ല. അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ മറ്റേ അടുപ്പിൽ നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഓനിയൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഓനിയൻ പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇടയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഒനിയൻ ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആയിട്ട് കരിഞ്ഞു പോകുമൊന്നും വേണ്ട. ഇടയ്ക്ക് ഇപ്പുറത്തുള്ള സോയാ ചങ്ക്സ് കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് വേണം നമുക്കതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കാഷ്യൂവും കിസ്മിസും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അരിയുടെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഡയറക്റ്റായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇരട്ടി വെള്ളം ചേർത്തിട്ടുള്ളത്. സോക്ക് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ 1.5 കപ്പ്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം സോയാബീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഈ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഒരു കപ്പോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. അതുവരെ ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇവിടെ അരിക്ക് വെച്ചിട്ടുള്ള വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസും അതുപോലെ കഴുകി എടുത്തിട്ടുള്ള അരിയും ചേർത്ത് കൊടുക്കാം. സ്പൈസസ് വേണമെങ്കിൽ ആദ്യം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ സ്പൈസസിൻ്റെ സ്മെല്ല് നെയ്ച്ചോറിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റി വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കരുത്, ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്കിത് അടച്ചു കൊടുക്കാം. ആ സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ടോ എന്നൂടെ നോക്കണം. ഇതിനകത്തുള്ള വെള്ളം ഏകദേശം 1/4 ഭാഗം വറ്റി വരണം. ഇപ്പോൾ ഇവിടെ ഗീ റൈസിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ബാക്കി ഇനി അടച്ച് വെച്ചിട്ട് ആ ചൂടിലിരുന്ന് അത് പാകത്തിന് വെന്ത് വരും. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്തുള്ളത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചതോടെ ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് നമുക്ക് മുകളിൽ വേറെ കാണണം. ആ സമയത്താണ് നമ്മൾ അത്രയും വെള്ളം വറ്റിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് കൂടെ വെച്ച് കൊടുക്കാം. സോയാ ചങ്ക്സ് ഇതിനകത്ത് ഇതേക്കരുത്. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ആ ക്രിസ്പിനെസ് പോയിപ്പോൾ അതുകൊണ്ടാണ് അതുമായിട്ട് മിക്സ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുത്താൽ മതി. ആ സമയത്തേക്ക് നമ്മൾ ചോറും നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നെയ്ച്ചോറ്. ഇനി നമുക്ക് ഈ നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ വെച്ച് കൊടുക്കാം. നെയ്ച്ചോറിലേക്കുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നേരത്തെ ഞാൻ പറയുമ്പോൾ വിട്ടുപോയതാണ് പറയാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻസും കാഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ പകുതി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറോടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രൈസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതിന് ബിസ്ത എന്നാണ് പറയുന്നത്. ഞാൻ ബിസ്ത എന്നിങ്ങനെ എടുത്ത് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരല്പം നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്, അത്രയും വേണ്ടതുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച്
ഒരു 5 മിനിറ്റ് ഒന്ന് 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടി ഞാൻ നേരത്തെ നമ്മുടെ മസാല കുറച്ച് വെള്ളത്തോടു കൂടി വെച്ചത് അതുകൊണ്ടാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള നെയ്യ് കാണാതായിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. താഴെ നിന്ന് മുകളിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചൂടോടെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. വളരെ കുറച്ച് നെയ്യും വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്